മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വധഭീഷണി മുഴക്കിയ കന്യാസ്ത്രീക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തു. അഭിഭാഷകയും കന്യാസ്ത്രീയുമായ ടീന ജോസിനെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ ടീന ജോസിന്റെ കൊലവിളി കമന്റ്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്തു കളയണമെന്നായിരുന്നു കമന്റ്. സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ DGPക്ക് നൽകിയ പരാതിയിലാണ് നടപടി. അതേസമയം ടീന ജോസിനെ തള്ളി CMC സന്യാസി സമൂഹവും രംഗത്തെത്തി. 2009 ടീന ജോസിനെ പുറത്താക്കിയതാണെന്നാണ് വിശദീകരണം. മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വധഭീഷണി മുഴക്കിയ കന്യാസ്ത്രീക്കെതിരെ ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സുപ്രീംകോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ DGPക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് മുഖ്യമന്ത്രിക്കെതിരായ ടീന ജോസിന്റെ കൊലവിളി കമന്റ് ഉണ്ടായിരുന്നത്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം എന്നായിരുന്നു കമന്റ്. ഇതിനെതിരെയാണ് സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ DGPക്ക് പരാതി നൽകിയത്. ഇതിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. കന്യാസ്ത്രീക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അഭിഭാഷകയും കന്യാസ്ത്രീയുമായ ടീന ജോസിനെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ടീന ജോസിന്റെ കമന്റ് വന്നത്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണമെന്നായിരുന്നു കമന്റ്. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ DGPക്ക് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ടീന ജോസിനെ തള്ളി CMC സന്യാസി സമൂഹവും രംഗത്തെത്തിയിരിക്കുകയാണ്. 2009 ടീന ജോസിനെ പുറത്താക്കി എന്നാണ് CMC സന്യാസി സമൂഹത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി കമന്റ് ഇട്ടതിനാണ് ഇപ്പോൾ കന്യാസ്ത്രീക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്.